ഹായ് കൂട്ടുകാരെ, കുറേ നാൾക്ക് ശേഷം ഒരു ലോങ് വീഡിയോ ഇടാണ് കേട്ടോ. അപ്പോൾ ഇത് വന്നിട്ട് എങ്ങനെ നമുക്ക് ഫ്രിഡ്ജ് ഓർഗനൈസ് ചെയ്ത് വെക്കാം എന്നുള്ളൊരു വീഡിയോ ആണ്. എല്ലാവർക്കും യൂസ്ഫുൾ ആവും. നമുക്ക് ഒരാഴ്ചത്തേക്കുള്ള കാര്യങ്ങളെല്ലാം ഒരുമിച്ച് ഫ്രിഡ്ജിൽ നമുക്ക് സ്റ്റോർ ചെയ്ത് എങ്ങനെ വെക്കാം എന്നുള്ളതാണ് ഞാനിപ്പോൾ വീഡിയോ ആയിട്ട് എടുത്തിട്ടുള്ളത്. ഞാൻ വാങ്ങിച്ചുകൊണ്ട് വന്ന സാധനങ്ങൾ ഒരു സൈഡിലും അതുപോലെ തന്നെ ഫ്രിഡ്ജിൽ ഇരിപ്പുള്ള സാധനങ്ങളെല്ലാം പുറത്തെടുത്തും വെച്ചിട്ടുണ്ട്. അപ്പം എന്തൊക്കെയുണ്ട്, നമ്മൾ വാങ്ങിച്ചുകൊണ്ട് വന്നതിൽ പഴയതായിട്ടുള്ള സാധനങ്ങളുണ്ടോ, അപ്പോൾ അതെല്ലാം നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് പറ്റും. അടുത്തൊരാഴ്ച എന്തൊക്കെയാണ് കറി വെക്കേണ്ടതെന്നുള്ളൊരു ചെറിയ പ്ലാനിങ് ഉണ്ടെങ്കിൽ നമുക്ക് സാധനം വാങ്ങിക്കുമ്പോൾ കുറച്ചും കൂടി ഈസി ആവും. നമുക്ക് അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ മാത്രം വാങ്ങിച്ചാൽ മതി. മെയിനായിട്ടും എന്ത് കറി വെച്ചാലും ആവശ്യമുള്ള സാധനങ്ങൾ നമ്മൾ എപ്പോഴും വാങ്ങിക്കണം. ഇഞ്ചിയും പച്ചമുളകും കരിവേപ്പില മല്ലിയില ഇതെല്ലാം നമ്മൾ എല്ലാ കറിയിലും ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ അതൊക്കെ നമ്മൾ എന്തായാലും മേടിക്കണം. സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരുപോലത്തെ പാത്രം വാങ്ങിക്കണം എന്നൊന്നുമില്ല. നമ്മൾ ഈ ബിരിയാണിയൊക്കെ വാങ്ങിക്കുമ്പോൾ നമുക്ക് ഇതുപോലത്തെ പാത്രം കിട്ടും. ഇപ്പൊ സ്നാക്സുകൾ പോലും കുക്കീസ് ഒക്കെ ഇതുപോലത്തെ പാത്രത്തിലൊക്കെയാണ് വരുന്നത്. നമുക്ക് അതിൽ സ്റ്റോർ ചെയ്ത് വെക്കാവുന്നതേ ഉള്ളൂ. മല്ലിയില നമ്മൾ വാങ്ങിച്ചിട്ട് അതിന്റെ വേര് കട്ട് ചെയ്തിട്ട് ഇതുപോലെ ഒരു പ്ലാസ്റ്റിക് പാത്രത്തിലിട്ട് അടച്ചു വെച്ചിരുന്നാൽ നമുക്ക് എന്തായാലും ഒരാഴ്ച അല്ല 2 ആഴ്ച വരെ നിൽക്കും. അതുപോലെ ഞാനിപ്പോൾ പുതിനയും വാങ്ങിച്ചിട്ടുണ്ട്. പുതിന ഇതുപോലെ ഇല മാത്രമായിട്ട് ഇണത്തെടുത്താണ് വെക്കുന്നത്. ക്യാരറ്റും ഇതുപോലെ കുറച്ച് വലിയ പാത്രത്തിൽ ഇട്ടടച്ച് വെക്കാറാണ് ചെയ്യുന്നത്. ഞാനിപ്പോൾ സ്വീറ്റ് കോൺ മേടിച്ചിട്ടുണ്ട്. ഇതിങ്ങനെ തന്നെ ഫ്രിഡ്ജിലിരുന്നാൽ നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ടും യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടും കുറച്ച് മടിക്കും. അപ്പം തന്നെ ഉപയോഗിക്കാനാണെങ്കിൽ കുഴപ്പമില്ല. അപ്പം ഞാൻ ഇതുപോലെ പൊളിച്ചെടുത്ത് വെക്കാറുണ്ട്. അപ്പോൾ നമുക്ക് ഈ സ്നാക്സിനൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്നൊന്ന് ആവിയിൽ വേവിച്ചെടുത്ത് നമുക്ക് തക്കാളിയും ഉള്ളിയൊക്കെ ഇട്ടിട്ട് സ്നാക്സ് പോലെ കൊടുക്കാനും പറ്റും. സ്വീറ്റ് കോണിന്റെ ഈ ഒരു സൈഡ് നമ്മൾ പൊളിച്ച് ഒറ്റ കോൺ ഇങ്ങനെ ഇളക്കി എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പിച്ചത്തിയുടെ ഒന്നും ആവശ്യമില്ല. നമുക്ക് കൈ കൊണ്ട് തന്നെ നല്ല സൂപ്പറായിട്ട് ഇളക്കി എടുക്കാൻ പറ്റും. ഞാനിപ്പോൾ അങ്ങനെ ഫുൾ കോണും ഇളക്കി എടുത്തിട്ടുണ്ട്. ഇങ്ങനെ എടുത്തു വയ്ക്കുമ്പോൾ നമുക്ക് റൈസിലൊക്കെ ഈ ഫ്രൈഡ് റൈസ് പോലത്തെ റൈസൊക്കെ വെക്കുകയാണെങ്കിൽ അതിലും കൂടെ ഇട്ട് കൊടുക്കാനൊക്കെ ഉപയോഗിക്കാം കേട്ടോ. കരിവേപ്പിലയും നമ്മൾ ഇതുപോലെ തണ്ടിന്ന് മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പ്ലാസ്റ്റിക് കവറിൽ കെട്ടി വെച്ചിരുന്നാൽ കുറേ നാളിരിക്കും. കരിവേപ്പില ഞാൻ പുറത്തൊന്നും മേടിക്കുന്നതല്ല കേട്ടോ, അച്ഛൻ കൊണ്ടുവരുന്നതാണ്. അച്ഛൻ ജോലിക്ക് പോകുന്നിടത്ത് ഇതുപോലെ കരിവേപ്പിലയുടെ മരമുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഇതുപോലെ പോകുമ്പോൾ ഒക്കെ എനിക്ക് പറിച്ചുകൊണ്ട് വരാറുണ്ട്. ഇപ്പോൾ 2ാമതും അച്ഛൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതിനെ ഞാൻ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ സാമ്പാറിനുള്ള മലക്കറി നാളത്തേക്ക് വേണ്ടിയിട്ടായതുകൊണ്ടാണ് ഇതുപോലെ കട്ട് ചെയ്ത് വെക്കുന്നത്. തക്കാളി കട്ട് ചെയ്ത് വെക്കേണ്ട ആവശ്യമില്ല. ഞാൻ എന്തായാലും നാളെ രാവിലെ എടുക്കും എന്നുള്ളത് കൊണ്ടാണ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. സാമ്പാറിന് ഒത്തിരി മലക്കറി ഒന്നും ഉണ്ടായിരുന്നില്ല. ഒരു കത്തിരിക്കയും ക്യാരറ്റും അതുപോലെ ഒരു തക്കാളിയും ഉള്ളിയും ഉരുളക്കിഴങ്ങും നാളെ രാവിലെ ഞാൻ അരിഞ്ഞിടാമെന്ന് വിചാരിച്ചിട്ടാണ് ഇടാതിരുന്നത്. അതുപോലെ തന്നെ പച്ചമുളക് എപ്പോഴും നമ്മൾ സ്റ്റോർ ചെയ്യുമ്പോൾ തണ്ട് മാറ്റി സ്റ്റോർ ചെയ്യുകയാണെങ്കിൽ കുറേ നാള് ഇരിക്കും കേട്ടോ. ഞാൻ ഇതുപോലെ തന്നെ ബിരിയാണി വാങ്ങിച്ച പ്ലാസ്റ്റിക് കണ്ടെയ്നർ ഉണ്ടല്ലോ, ഇത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടായിരിക്കും. അതിലാണ് ഞാൻ കൂടുതലും എല്ലാം തന്നെ ഫ്രിഡ്ജിൻ്റെ അകത്ത് ഓർഗനൈസ് ചെയ്ത് വെക്കുന്നത്. നമുക്ക് ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് വെളിയിൽ നിന്നൊക്കെ സാധനങ്ങൾ ഒരുപോലത്തത് വാങ്ങിച്ചൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാം. പക്ഷെ അതില്ലാന്ന് വിചാരിച്ചിട്ട് നമുക്കത് സെറ്റ് ചെയ്യാൻ പറ്റില്ല എന്നൊന്നും ആരും വിചാരിക്കരുത്. നമ്മുടെ വീട്ടിലുള്ള ഇതുപോലത്തെ പാത്രങ്ങളൊക്കെ വെച്ച് തന്നെ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാവുന്നതാണ്. നമ്മൾ പിന്നെ സ്റ്റോർ ചെയ്ത് വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് എപ്പോൾ വെളിയിലെടുത്താലും ഈ അടപ്പിന്റെ പുറത്ത് കുറച്ച് വെള്ളം ഉണ്ടാവും. അത് നമ്മൾ നന്നായിട്ട് തുടച്ച് കളഞ്ഞതിന് ശേഷം മാത്രം തിരിച്ചടച്ച് വെച്ചിരുന്നാൽ എത്ര നാൾ വേണമെങ്കിലും ചീത്തയാവാതിരിക്കും. നാളത്തേക്ക് സാമ്പാറിനുള്ള മലക്കറിയും അതുപോലെ തന്നെ ഒരു മെഴുക്ക് വരട്ടിക്കുള്ളതും ഞാൻ അരിഞ്ഞ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഞായറാഴ്ച എന്തായാലും ഞാനൊരു ഫ്രൈഡ് റൈസ് ആയിരിക്കും ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ക്യാരറ്റും ബീൻസും ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ അരച്ചൊക്കെ വെക്കാം കേട്ടോ. ഞാനിപ്പോൾ അതൊന്നും ചെയ്തിട്ടില്ല. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒരുമിച്ച് അരച്ച് വെക്കാറുണ്ട്. അതുപോലെ തന്നെ പുളി പിഴിഞ്ഞ് ഫ്രിഡ്ജിൽ വെക്കാറുണ്ട്. ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഞാൻ സ്റ്റോർ ചെയ്ത് വെക്കും. കട്ട് ചെയ്ത് കഴിക്കാൻ മടിയുള്ള ഐറ്റങ്ങളെല്ലാം ഇതുപോലെ കട്ട് ചെയ്ത്, ഞാനിപ്പോൾ കുക്കുംബർ മേടിച്ചിട്ടുണ്ടായിരുന്നു. അതെനിക്ക് അപ്പോഴപ്പോഴായിട്ട് എടുത്ത് കട്ട് ചെയ്യാൻ മടിയായതുകൊണ്ട് തന്നെ ഞാൻ ഇതുപോലെ തൊലി ചെത്തി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് കഴിക്കാൻ വേണമെങ്കിലും എടുക്കാം. അതുപോലെ സലാഡ് പോലെ വല്ല ഉണ്ടാക്കണമെങ്കിൽ അപ്പോഴും നമുക്ക് എടുക്കാം. ഇങ്ങനെ ചെയ്തു വെച്ചാൽ നിറയെ സ്ഥലമാണ് ഫ്രിഡ്ജിൽ ലാഭമായിട്ട് ഉണ്ടാവുന്നത്. ഒരുപോലത്തെ പാത്രങ്ങൾ ഉണ്ടെങ്കിൽ ഫ്രിഡ്ജ് ഓർഗനൈസ് ചെയ്ത് വെക്കാൻ പറ്റുള്ളൂ എന്ന് വിചാരിച്ചിരിക്കുന്ന എൻ്റെ ഫ്രണ്ട്സിനാണ് കേട്ടോ ഈ വീഡിയോ. അതൊന്നും വാങ്ങിയില്ലെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് ഫ്രിഡ്ജ് ഓർഗനൈസ് ചെയ്ത് വെക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കുക. പുതിയ ആരെങ്കിലും ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തോളൂ. മറ്റു വീഡിയോ വരും വരെ എല്ലാവർക്കും